ഡൽഹിയിൽ 2 മലയാളികൾ അടങ്ങുന്ന അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തെ ഇന്ന് ക്രൈംബ്രാഞ്ച് പിടികൂടിയിട്ടുണ്ട്. കേരളം, ബംഗളൂരു, ഡൽഹി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സംഘത്തിന്റെ പ്രവർത്തനം പ്രധാനമായും നടന്നിരുന്നത്. കേരള പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡൽഹി ക്രൈംബ്രാഞ്ച് നടത്തിയ റെയ്ഡിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് 21 കോടി രൂപ വില വരുന്ന മയക്കുമരുന്നാണ്. സംഘത്തെയാണ് ഡൽഹി ക്രൈംബ്രാഞ്ച് പിടികൂടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ 2 പേർ മലയാളികളാണ്. സുഹൈൽ കണ്ണൂർ സ്വദേശി, രണ്ടാമത്തേത് സുജിൻ പാലക്കാട് സ്വദേശിയാണ്. മറ്റ് 2 പേർ നൈജീരിയൻ സ്വദേശികളാണ്. ഒന്ന് ഡീക്കോ, രണ്ടാമത്തേത് കിങ്സ്ലി. അതുപോലെ തന്നെ മുഹമ്മദ് സഹീദ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഹ ഫാത്തിമ. ഇവർ 2 പേരും ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ദമ്പതികളാണ്. 2 മാസങ്ങൾ 2 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾക്കും റെയ്ഡുകൾക്കും ഒടുവിലാണ് ഈ സംഘം ഈ 6 പേരെയും പിടികൂടിയിരിക്കുന്നത്. ഈ റെയ്ഡുകളിലെല്ലാമായി ഏകദേശം 21 കോടി രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില വരുന്ന മെത്താഫെറ്റമൈൻ, സിന്തറ്റിക് ഡ്രഗും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘം ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത്, ഈ വിതരണത്തിനും വിൽപ്പനയ്ക്കും ലക്ഷ്യം വെച്ചിരുന്നത് വിദ്യാർത്ഥികൾ, അത് കോളേജ്, സ്കൂളെല്ലാം തന്നെ ഉൾപ്പെടുന്നു. ഒപ്പം IT പ്രൊഫഷണൽസുമാണ്. കേരളവും ബംഗളൂരുവും ഡൽഹിയും കേന്ദ്രീകരിച്ചായിരുന്നു ഈ സംഘത്തിൻ്റെ വിതരണവും ഈ മയക്കുമരുന്ന് കച്ചവടവും എല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്നത്. ഈ 6 സംഘം, അതിൽ വിൽപ്പന മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത് 2 മലയാളികളാണ്. ഇവർക്ക് ഈ മയക്കുമരുന്ന് വിദേശത്ത് നിന്ന് എത്തിച്ചുകൊണ്ടിരുന്നതാണ് ഈ 2 നൈജീരിയൻ സ്വദേശികൾ. നൈജീരിയയിൽ നിന്നായിരുന്നു ഈ മുഴുവൻ മയക്കുമരുന്ന്, ഈ മെത്താഫെറ്റമൈൻ എല്ലാം തന്നെ എത്തിയിരുന്നത്. കിങ്സ്ലി, ഡീക്കോ എന്ന് പറയുന്നത്. ഇതിற்கு വേണ്ടിയിട്ടുള്ള ഫണ്ട് രൂപീകരിക്കുക, ഫണ്ട് കൊടുക്കുക, ഫൈനാൻസ് ചെയ്യുക എന്നുള്ള ദൗത്യമായിരുന്നു ബംഗളൂരു സ്വദേശികളായിട്ടുള്ള ആസ്ഥാനമാക്കിയിട്ടുള്ള 2 ദമ്പതികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ കേരള പോലീസിൻ്റെ ഇടപെടൽ, അവരുടെ രഹസ്യവിവരം, ഇൻ്റലിജൻസ് എല്ലാം തന്നെ വളരെ നിർണായകമായിരുന്നു. കാരണം ജൂലൈ മാസം 19-ാം തീയതിയാണ് സുഹൈൽ ഡൽഹിയിലേക്ക് എത്തുന്നത്. ഈ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കും വാങ്ങാനും വിതരണത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് എത്തുന്നത്. ആ സമയത്ത് കേരള പോലീസ് ഡൽഹി ക്രൈംബ്രാഞ്ചിന് കൃത്യമായിട്ടുള്ള വിവരം കൊടുക്കുന്നു. പിന്നാലെ ഡൽഹി ക്രൈംബ്രാഞ്ച് ഈ സുഹൈലിനെ പിന്തുടരുന്നു, നിരീക്ഷണത്തിൽ വെക്കുന്നു. അതിനുശേഷമാണ് അയാളെ സൗത്ത് വെസ്റ്റ് ഡൽഹിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അയാളും അയാൾക്കൊപ്പം തന്നെ ഈ സുജിൻ എന്ന് പറയുന്ന സുഹൃത്തും ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് 2 നൈജീരിയൻ പൗരന്മാരിലേക്കും, ഡീക്കോ, കിങ്സ്ലി എന്ന് പറയുന്ന 2 നൈജീരിയൻ പൗരന്മാരിലേക്ക് വരുന്നു. അതും ഒന്ന് ഡൽഹിയിലെ ഗ്രേറ്റർ നോയിഡ എന്ന് പറയുന്ന സ്ഥലത്തും, രണ്ടാമത്തേത് ഡൽഹിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ചാണ് ഈ 2 പേരെയും പിടികൂടുന്നത്. അതെല്ലാം പല ആഴ്ചകളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ മനസ്സിലായി ഈ ഡ്രഗ് മുഴുവൻ എത്തുന്നത് നൈജീരിയ പോലുള്ള ഈ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. മാത്രമല്ല ഇന്ത്യയിലുള്ള ആഫ്രിക്കൻ പൗരന്മാർ മുഖേനയാണ് ഇതെല്ലാം തന്നെ എത്തിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പ്രധാന സൂത്രധാരന്മാരും കിങ് പിന്നും എല്ലാം തന്നെ ഇപ്പോൾ ഉള്ളത് ഇത്തരത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. മാത്രമല്ല ഈ കണ്ണിയിൽ തന്നെ, ഈ സംഘത്തിൽ തന്നെ കൂടുതൽ ആഫ്രിക്കൻ കണ്ണികളുണ്ട്. അവർ പലരും ആഫ്രിക്കയിലേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവർ ഈ ബംഗളൂരുവിലും മുംബൈയിലും ഇന്ത്യയിലും ഉണ്ട്. അവരെല്ലാം പിടികൂടാനുള്ള അന്വേഷണവും എല്ലാം തന്നെ ഇപ്പോൾ തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവരെ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ഈ സംഘത്തെ പറ്റിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ ഈ ഒരു ഘട്ടത്തിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2019 കാലഘട്ടത്തിലാണ് ഈ സുഹൈൽ എന്ന് പറയുന്ന ആൾ, അയാൾ ദുബായിൽ നിന്നും ജോലി മതിയാക്കി വരുന്നു. പിന്നീട് ഈ മയക്കുമരുന്ന് ആ സംഘത്തിലേക്കും മാഫിയയിലേക്കും എല്ലാം തിരിഞ്ഞ് ആദ്യം അതിൻ്റെ ഉപയോഗമായിരുന്നു, പിന്നീട് വിൽപ്പനയിലേക്കെല്ലാം തന്നെ കടന്നു. ഒപ്പം മറ്റുള്ളവരെ എല്ലാം കൂട്ടുന്നു. ഇത്തരത്തിൽ വലിയൊരു റാക്കറ്റ് തന്നെ അയാൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്തായാലും കേരളമടക്കം വലിയ മാർക്കറ്റാണ് ഇവരെ സംബന്ധിച്ച്. ഇത്തരത്തിൽ കൂടുതൽ സംഘങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം കൂടി പോലീസ് സംശയിക്കുന്നത്. ഇത്തരത്തിൽ കേരള പോലീസും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട്, ഇപ്പോൾ ഡൽഹിയിലെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ളവരും ബംഗളൂരു പോലീസുമായിട്ടും എല്ലാം തന്നെ സഹകരിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ പലതരത്തിലുള്ള റാക്കറ്റുകൾ, കണ്ണികളെല്ലാം തന്നെ നിരീക്ഷിച്ച് അതെല്ലാം റെയ്ഡ് നടത്തി പൊളിക്കാനും ഇപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്.